ഹായ്, ഞാനൊരു 55 ഇഞ്ച് സ്മാർട്ട് ടി വിയുടെ സർവീസ് വീഡിയോയുമായി വരികയാണ്. ഇതൊരു സോളിഡെയറിൻ്റെ വെബോ സീരീസ് സ്മാർട്ട് ടി വി ആണ്. ഇത് ഡെഡ് പ്രോബ്ലം ആയിട്ടാണ് കിട്ടിയത്. പവർ വേരിയേഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് സെറ്റിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഈ ഒരു സെറ്റിനെ കൂടുതൽ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ പാനലാണ്. ഇത് LG ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ഫുൾ HD 4K സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സ്പെയർ ആണ് ഈ ഒരു പവർ സപ്ലൈയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ മോസ്ഫെറ്റ് ഫ്യൂസ് പിന്നെ കുറച്ച് സ്പെയർ ഡാമേജ് ഉണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള ക്ലീനിങ് പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിന്നർ വേസ്റ്റ് അല്ലെങ്കിൽ ബ്രഷ് അങ്ങനെ ഇട്ടത് ക്ലീൻ ചെയ്യണം. കോട്ടിംഗ് ഫ്ലെക്സിൻ്റെ അംശം സ്പെയറിലോ അല്ലെങ്കിൽ SCയുടെ ലെഗ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളുണ്ടാവാം ഭാവിയിൽ. സെറ്റ് നമുക്കൊന്ന് ഓണാക്കി കാണാം. ഈ സെറ്റിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ LG പാനൽ യൂസ് ചെയ്യുന്നു. അത് LGയുടെ മദർ ബോർഡ്, പ്രോസസ്സർ അല്ലെങ്കിൽ LG ടെക്നോളജിയാണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെറ്റാണിത്. സെറ്റ് സർവീസിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഫുൾ ക്ലോസ് ചെയ്യുകയാണ്. സെറ്റിൽ നിന്ന് പിക്ചർ ക്വാളിറ്റി നല്ല ഹൈ പെർഫോമൻസിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്യൂബ് ടൈപ്പ് സ്പീക്കറാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് പുറപ്പെടുവിക്കും. അത്യാവശ്യം ബേസ് കിട്ടും, നോർമൽ ട്രബിളും കിട്ടും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിമോട്ടാണ്. ഇതിൻ്റെ റിമോട്ടിൽ മൗസ് ടൈപ്പായിട്ട് യൂസ് ചെയ്യാം, വോയിസ് ടൈപ്പിംഗ് ഉണ്ട്, പിന്നെ നോർമലായിട്ടുള്ള എല്ലാ ഫങ്ഷനും ഇതിലുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് കാണാം. ഞാൻ ആദ്യം കാണിച്ച ഡുറാസെല്ലിൻ്റെ ആൽക്കലൈൻ സെല്ല് വാങ്ങിച്ച് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നോർമൽ ബാറ്ററി ഉപയോഗിച്ച് ഇത് ലോങ് ലൈഫാണ്. പെട്ടെന്ന് പൊട്ടിയൊലിച്ച് നമുക്ക് റിമോട്ട് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. മൗസ് കീപാഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് കാണിക്കാം. സ്മാർട്ട് ടി വി വാങ്ങിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് പിക്ചർ ക്വാളിറ്റിയാണ്. അതിനുശേഷം ഓഡിയോ ക്വാളിറ്റി, ബാക്കി ഫങ്ഷനുകൾ നോക്കണം. ഇതിൽ നമുക്ക് ഫങ്ഷൻ എടുത്ത് ഉപയോഗിക്കാം. വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടെക്നോളജിയാണിത്. സാധാരണ നിരവധി സെറ്റുകൾ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ബെറ്റർ ആയിട്ടുള്ള ടി വികൾ അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ ബോർഡിൽ ഒക്കെയുള്ള പ്രത്യേകതകളൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് വളരെ മികച്ചൊരു ടി വി ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഡിസ്പ്ലേയുടെ നടുക്കൂടെ കാണുന്ന വൈറ്റ് വെട്ടം അത് സർവീസ് റൂമിൻ്റെ ട്യൂബ് ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. സ്മാർട്ട് ടി വി വാങ്ങിക്കുന്നവർ ഒന്നുകൂടി ആലോചിച്ച് വാങ്ങിക്കുക.